ഹായ് ഹലോ. ആരാ? എവിടെ പോണു? സ്കൂളിൽ പോവുകയാ. നമ്മൾ കുറേ തിരക്ക് പിടിച്ച ദിവസങ്ങൾ ആണ്. നമ്മളൊരു ഓട്ടത്തിലാണ്. ഇപ്പോൾ പോണത് ഒരു സ്ഥലത്താണ്. സ്ഥലം കാണിച്ചു തരാം. പിന്നെ അങ്ങനെ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ കിളിമാനൂരിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ പോങ്ങനാടെത്തും. പിന്നെ നമ്മൾ എത്തേണ്ട സ്ഥലത്തെത്തും. അപ്പോൾ എത്തേണ്ട സ്ഥലത്തെത്തുമ്പോൾ ആ സ്ഥലമൊന്ന് കാണിച്ചു തരാം. പിന്നെ അപ്പോഴും തന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വേറൊരു സ്ഥലത്ത് പോകും. ഇന്ന് മൊത്തം ജോലിയാണ്. ജോലിയുടെ ഓട്ടത്തിലാണ്. ഇവിടെയൊക്കെ തൊഴിലുറപ്പുകാർ നിൽക്കുന്നുണ്ട്. നീ തൊഴിലുറപ്പിന് പോണാ? ഓക്കെ. എനിക്ക് അങ്ങനെയാണ്. ഏത് ജോലിക്കും എനിക്കൊരു കുറച്ചിൽ തോന്നിയിട്ടില്ല. എനിക്ക് ഒരു കുഴപ്പമില്ല. കളക്ടറെ ചോദിച്ചാലും ഞാനത് ഏറ്റെടുക്കും. ബസ്സേ. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അവിടെ എത്തിയിട്ട് ആ സ്ഥലം കാണിക്കാം. ഇതാണ് നമ്മൾ പോകുന്ന വഴി. ഈ വഴിയെ നമ്മൾ പോയി. ഇപ്പം നമ്മളിവിടെ ഒരു വീട്ടിൽ കയറും. ഇപ്പം നമ്മൾ ഒരു വീട്ടിൽ കയറും. അതാണ് ഈ വീടാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ആളിൻ്റെ വീട്. ആ ആളിനെ ഇപ്പം കാണിച്ചു തരാം. ആളിൻ്റെ വീട് പച്ചപ്പാണ്. ആൾ വരും. ആൾ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഇതിനകത്തെ കണ്ട കിടക്കുകയാണ് കേട്ടോ. ആളിൻ്റെ വീട്ടിൽ നമ്മളെത്തി. ഈ വീട്ടിലുണ്ടല്ലേ, ഇതിനകത്തല്ലാതെ. അപ്പോൾ ഇവിടെ എത്തി. ഇതാണ് നമ്മുടെ മാമിയുടെ വീട്. പച്ചപ്പ് നിറഞ്ഞ വീട്. എല്ലായിടത്തും ഓരോരോ സാധനങ്ങൾ. മാമിയുടെ വീട്ടിൽ മൊത്തം ടടാങ്. മാമി വയ്യാതെ കിടക്കുകയാണ്. മാമിയെ കാണാനാണ് നമ്മൾ വന്നത്. ബെല്ലടിച്ചിട്ടൊന്നും കാര്യമില്ല. ചിലപ്പോൾ മാമി കിടക്കുന്നോണ്ട് മാമിക്ക് വയ്യാതായിപ്പോയി. ആരുടെയും ഫോണിൽ സംസാരിക്കുകയായിരിക്കും ചിലപ്പോൾ. അങ്ങനെ നമ്മളിപ്പോൾ പെട്ടെന്ന് പോകണം. പക്ഷെ മാമിയെ കാണാം. മാമി വരുന്നുണ്ട്. മാമി അവിടെ നിന്ന് വരുന്നുണ്ട്. നീ എന്ന് പോണ ആശുപത്രിയില്? 24 പോണോ? അത്തം വീടാണ്. ഹായ്. എവിടാ? അത്തത്തിലാണ്. എൻ സുധീശൻ അത്തം, സുനിത സുധീശൻ അത്തം. അവിടെയാണ് ഇപ്പോൾ. സുനിത സുധീശൻ മാമിക്ക് വയ്യ. എല്ലാവരും മാമിയെ തിരക്കിയത്. മാമി ഒരാഴ്ചയായിട്ട് മാമി കിടപ്പാണ്. മാമിയുടെ മാവ് പൊട്ടിക്കുന്നുണ്ട്. ഇത് അപ്പുറത്തെ മാവാണ് കൂട്ടി. നമ്മളൊന്നും അങ്ങോട്ടേ കൂട്ടുള്ളൂ. അല്ലാതെ അപ്പുറത്താറ് കൊണ്ട് നമ്മൾ രണ്ടെണ്ണം അങ്ങോട്ടേ കൂട്ടുള്ളൂ. അപ്പുറത്താറ് മാവ് ഇവിടെ കിടക്കുന്നു. ഇതൊക്കെ മാമിയുടെ കൃഷികളാണ്. വെള്ളം കുറഞ്ഞിട്ട് ചെടികളെല്ലാം മുളവെല്ലാം വാടി ഉണങ്ങി. ചെറി റോബസ്റ്റ. ഞാൻ പുറത്തിറങ്ങാഞ്ഞ കാരണമെന്ന് പറയുന്നത് പെട്ടെന്ന് പോകണം. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റെപ്പ് വീൽ ചെയർ ഒക്കെ കയറ്റുമ്പോൾ പാടാണ്. അപ്പോൾ അവിടേക്കൊന്നും എടുത്തുകൊണ്ട് വരാൻ ഞാൻ ചേച്ചിയെന്ന് പറഞ്ഞു.
എൻ്റെ കൊച്ചാമനെന്ന് പറയുന്നതായിരുന്നു നമ്മുടെ വീട്ടിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ. ഇപ്പോഴും എപ്പോഴും എന്നും എപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മാമ്മച്ചി അല്ലെങ്കിൽ ഞങ്ങളുടെ കൊച്ചാമൻ, ഇതാണ് നമ്മുടെ ഒരു ഇത്. അത്ര പ്രിയപ്പെട്ട എൻ്റെ അമ്മ, പലരും പറയില്ലേ മാമന്മാരത്ര പ്രിയപ്പെട്ടതാണോ എന്ന്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയ്ക്കൊപ്പമാണ് മാമൻ. അപ്പോൾ ആ കൊച്ചാമ്മൻ്റെ വീടാണ്. കൊച്ചാമ്മൻ ഗൾഫിലായിരുന്നപ്പോൾ, നല്ല ജോലിയിലായിരുന്നപ്പോൾ വീടൊക്കെ ഇങ്ങനെ വെച്ച് നല്ലതോടെ ഇരുന്നപ്പോൾ കൊച്ചാമ്മൻ്റെ ജോലിയൊക്കെ പോയി നാട്ടിൽ വന്നു. പിന്നെ വീടൊന്നും ശരിയാക്കാൻ പറ്റില്ല. ഒരു മോനാണ് ഉള്ളത്, ആരോപണി. അപ്പോൾ അവൻ ഇനി വലുതായി, വലിയ കൊച്ചക്കായി. ഇപ്പോൾ വലിയ കൊച്ചാണ്, കോളേജിൽ പഠിക്കുന്നു. പക്ഷേ അവൻ വലിയ ഇതൊക്കെ ആകുമ്പോൾ വീടൊക്കെ നല്ല അടിപൊളിയാക്കി നല്ലൊരു കൊച്ചായിട്ട് അവൻ ഇരിക്കണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നു. മാമി കൊച്ചാവനും മനു എന്ന് പറയുന്നത്, മോനു എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എടുക്കാം. അപ്പോൾ ആ മാമി വയ്യ കിടക്കുന്നതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. മാമി എല്ലാം വൃത്തിയാക്കിയൊക്കെ സൂക്ഷിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാം അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അടുക്ക് ചിട്ടയിലും ഒന്നുമല്ല ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ കൊച്ചാവനിങ്ങനെ നല്ല ജോലി കാര്യങ്ങളുമായിട്ടൊക്കെ നിന്നപ്പോഴാണ്, കൊച്ചാവനാണ് എൻ്റെ വീട്ടിൻ്റെ വിളക്കെന്നൊക്കെ പറയുമ്പോൾ അത്ര നല്ല ഒരാളാണ്. നമുക്കിപ്പോഴും കൊച്ചാവ കഴിഞ്ഞിട്ടാണ് മറ്റെന്തും ഉള്ളത്. അത് കൊച്ചാവന് പോലെ അറിയുന്നതിനപ്പുറമാണ്. എനിക്കും എൻ്റെ ചേച്ചിക്കും ഒക്കെ ഭയങ്കര ഒരു എന്താണ്, കൊച്ചാവൻ നമ്മൾ അഡിക്റ്റാണ്, അങ്ങനെയാണ്. അപ്പോൾ മാമിയെ അതുപോലെയാണ്. കൊച്ചാവന് വേണ്ടി വന്നതല്ലേ. അപ്പോൾ അവിടെ നിൽക്കുന്ന കാന്താരിമുളക് മാമി പിച്ചാൻ പറഞ്ഞു, മുളകും. അപ്പോൾ വെള്ളമില്ല, മാമിക്കൊക്കെ അവിടെ വെള്ളം പറ്റി. ഞങ്ങളുടെ മുത്താനയാണ് സ്ഥലം കേട്ടോ. മുത്താന ഞങ്ങളുടെ വീടിൻ്റെ കിഴക്ക് ഭാഗം. അപ്പോൾ അവിടെയാണ് മാമിയൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ വെള്ളം പറ്റും. അത് കഴിഞ്ഞപ്പോൾ മാമിയെ കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങി. അനിയത്തി വന്നായിരുന്നു, അനിയത്തിയെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി. നമ്മുടെ ഉഷാദേവി ഡോക്ടറെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ വന്നു. ഡോക്ടറുടെ കൂടെ വേറെ ഡോക്ടർ ഉണ്ടായിരുന്നു. രണ്ടുപേരും വന്നിട്ട് സംസാരിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെച്ച് ഭയങ്കര കാര്യമായിരുന്നു. ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു വന്ന് നമ്മളൊരു, ഞാൻ പറഞ്ഞില്ലേ ഒരു സർപ്രൈസ് ഉണ്ടെന്ന്, ആ സർപ്രൈസ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ജോലികളായിരുന്നു. അങ്ങനെ ആ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഭയങ്കര ജോലികളായിരുന്നു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതേ ഉള്ളൂ. എനിക്ക് ജോലിയില്ല, പക്ഷേ ഇവർക്കെല്ലാം ജോലിയായിരുന്നു കേട്ടോ. ഇവരെല്ലാം കട്ട ജോലിക്കാരായിരുന്നു കേട്ടോ. അങ്ങനെ ഇവർ എല്ലാവരും ഉപ്പാടോ നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഇവർക്ക് ജോലിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന ആ ഒരു വഴിയും വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു മാറ്റം വരെ നിങ്ങളോട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കോലൊക്കെ കെട്ട് നമ്മളെല്ലാവരും വീട്ടിൽ വന്ന് പിന്നെ കുളിച്ച് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിത് വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. നാളെ മുതൽ വേറെ വീഡിയോകളുമായിട്ടൊക്കെ വരാം. ഒരുപാട് ഇഷ്ടത്തോടെ നീജ.